നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ഞാൻ തന്നെ. കൊച്ചിയിലെ കനത്ത ചൂടും മർദ്ദനവും ഓട്ടമില്ലായ്മയും വല്ലായ്മയും കാരണം നമ്മുടെ റിപ്പോർട്ടർ ജംഷീർ കുർഡിയത്ത് ഇന്നലെ രാത്രി ഏകദേശം 10:30 കൊച്ചിയിൽ നിന്നും കോഴിക്കോടേക്ക് ഒളിച്ചോടിയ വിവരം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ലൈവ് ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ ജംഷീറിനെ കാണാൻ കഴിയുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ പാലത്തിൻ്റെ അടിയിലായിട്ട് അവനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അവനെ ജോയിൻ ചെയ്യാൻ ഈ കോളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിക്കാം. എന്താണ് ജംഷീറിന് സംഭവിച്ചത്? കഴിഞ്ഞ കുറച്ച് നാളുകളായി ജംഷീർ വളരെയേറെ സമ്മർദ്ദത്തിലായിരുന്നു, വളരെ ആശങ്കയിലായിരുന്നു. കാലിയായ പോക്കറ്റ് കാരണം, സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇതുപോലത്തെ ക്രൂരകൃത്യത്തിലേക്ക് ജംഷീർ തിരിഞ്ഞതെന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും നമുക്കത് ജംഷീറിനോട് തന്നെ ചോദിക്കാം. നമുക്ക് ജംഷീറിനെ ലൈനിൽ കിട്ടുമെന്ന് ശ്രമിക്കാം. ഒന്ന് ഡയൽ ചെയ്ത് നോക്കട്ടെ, ജംഷീർ ഓൺലൈനിൽ ഉണ്ടാകുമോ? ഹലോ 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 ജംഷീർ ഓൺലൈനിലുണ്ടോ? ഹലോ ജംഷീർ ആണോ? ജംഷീർ നമസ്കാരം. എന്താണ് ജംഷീർ സംഭവിച്ചത് ഇന്നലെ രാത്രി? പറയൂ ജംഷീർ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രിക്ക് തന്നെ ഇവിടുന്ന് ഒളിച്ചോടാനുണ്ടായ കാരണം എന്താണ്? അതൊരു പ്രശ്നമാണോ ജംഷീർ? അതിനിങ്ങനെ ഒളിച്ചോടുകയാണോ വേണ്ടത് ജംഷീർ? ജംഷീർ, അത് തീർത്തും ജംഷീർ ചെയ്തത് വളരെ ബുദ്ധിമോശമായി പോയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മൊത്തത്തിലുള്ള സാമ്പത്തിക അടിത്തറ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത് തീർത്തും അന്യായമായ ഒരു ചെയ്തായി പോയെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും കോഴിക്കോടുള്ള ഓൺലൈൻ ടാക്സിക്കാരോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, എല്ലാവരും ജാഗ്രതയോടെ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ ജാഗ്രതയോടെ കാത്തിരിക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇവിടുന്ന് വന്നത് ചെറിയൊരു ബോംബല്ല, വലിയൊരു ബോംബാണ് അങ്ങോട്ടേക്കായി ഒളിച്ചോടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെ, അതീവ ഗൗരവത്തോടെ ഈ വിഷയം എടുക്കണം. നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരിക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അവൻ തന്നെ പറയുകയാണ്, അവൻ വളരെ പ്രശ്നക്കാരനാണ്, അവിടെ ഉള്ളവരോടെല്ലാം പോയിക്കോളനാണ് പറയുന്നത്. അവൻ ഇപ്പോൾ പറയുകയാണ്, ഞാൻ ഇനി കോഴിക്കോട് മൊത്തത്തിൽ ഓടി അങ്ങ് നശിപ്പിക്കുമെന്നാണ് ജംഷീർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയൂ ജംഷീർ, പറയൂ. ജംഷീർ വീണ്ടും പറയുകയാണ്, ടാക്സി ഡ്രൈവർമാരോട് വിഭ്രാന്തി കൊള്ളാൻ പറയുകയാണ് ജംഷീർ. എന്താണ് ജംഷീർ ഇങ്ങനെ? ജംഷീർ മനസ്സാക്ഷി ഇല്ലാതെയായോ? നീ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ വർത്താനം പറയരുത് ജംഷീർ. ഇനിയുള്ള മൂന്നാല് ദിവസം അവൻ ഓൺലൈനിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ജംഷീർ പറയുന്നത്. തൊണ്ടയിലെ വെള്ളം പറ്റിയതിനാൽ ഈ വാർത്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വാർത്ത കേട്ടതിന് നന്ദി അറിയിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.